ഷാഹി ഈദ്ഗാ മസ്ജിദ് വിവാദങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ടെങ്കിലും സംബാൽ മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ വീണ്ടും സജീവമാവുകയാണ്. ഉത്തർപ്രദേശിലെ സംബാലിലെ ഷാഹി ജമാ മസ്ജിദ് സർവേക്കിടെ ഉണ്ടായ സംഘർഷം വീണ്ടും പ്രദേശത്തെ അക്രമാസക്തമാക്കി മാറ്റിയിരിക്കുന്നു. ഷാഹി ജമാ മസ്ജിദ് സർവേക്കെതിരെ നിലവിൽ പള്ളി കമ്മിറ്റി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. പരിശോധിക്കാൻ അനുമതി നൽകിയ സിവിൽ കോടതി നിർദ്ദേശത്തിനെതിരെ സർവേ നിർത്തിവെക്കണമെന്നാണ് പള്ളി കമ്മിറ്റിയുടെ ആവശ്യം. ഹർജി ഇന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും. സംബാൽ ഷാഹി ജമാ മസ്ജിദ് സർവേ സംഘർഷം 4 പേരുടെ കൊലപാതകത്തിന് കാരണമാവുകയായിരുന്നു. സംഘർഷ കാരണങ്ങളിലേക്ക് എത്തണമെങ്കിൽ ആദ്യം ഷാഹി ജമാ മസ്ജിദിന്റെ ചരിത്രം അറിയണം. നൂറ്റാണ്ടുകളായി എല്ലാ വിഭാഗം ജനങ്ങളും സൗഹാർദ്ദത്തോടെ അതിലുപരിയായി സമാധാനപരമായി ജീവിക്കുന്ന പ്രദേശമാണ് സംബാൽ. 1526നും 1530നും ഇടയിൽ മുഗൾ ചക്രവർത്തി ബാബറിന്റെ കാലഘട്ടത്തിൽ പണിത മസ്ജിദാണ് ഷാഹി ജമാ മസ്ജിദ്. ഈ കാലയളവിൽ പണിത 3 പ്രശസ്തമായ മസ്ജിദുകളിലൊന്നാണ് ഇത്. ബാബറി മസ്ജിദും പാണിപതിയിലെ മസ്ജിദുമാണ് മറ്റു 2 പള്ളികൾ. ഏകദേശം 1528ലാണ് ബാബറിന്റെ ജനറൽ മിർ ഹിന്ദു മെഗ് പള്ളി പണിതെന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. സംബാലിന്റെ മധ്യഭാഗത്തുള്ള ഒരു കുന്നിൻ മുകളിലായാണ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ഇരുഭാഗത്തും കമാനങ്ങളുള്ള വലിയ ചുറ്റുപാടുകളും തകർന്ന ചുവരുകളുമുള്ള ചതുരാകൃതിയിലുള്ള മിഹ്റാബ് ഹാളും അടങ്ങിയതാണ് മസ്ജിദ്. കുമ്മായം തെച്ച കല്ലുകൾ കൊണ്ടാണ് മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത്. 17ാം നൂറ്റാണ്ടിൽ ജഹാംഗീറിന്റെയും ഷാജഹാന്റെയും കാലത്ത് മസ്ജിദിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയതായി പറയപ്പെടുന്നു. ഭൂരിഭാഗം ചരിത്രകാരന്മാരും മസ്ജിദ് ബാബറിന്റെ കാലത്താണ് നിർമ്മിച്ചതെന്ന് വാദിക്കുമ്പോൾ തുഗ്ലക്കിന്റെ കാലത്ത് പണിത മസ്ജിദിൽ മുഗൾ കാലത്ത് വാസ്തുവിദ്യയിൽ ചില സവിശേഷതകൾ ചേർക്കുകയാണ് ഉണ്ടായതെന്നും വാദിക്കുന്നവരുണ്ട്. എന്നാൽ മസ്ജിദ് വിഷ്ണു ക്ഷേത്രമായിരുന്നുവെന്നും വിഷ്ണുവിന്റെ അവതാരമായ കൽക്കി ഇവിടെ ഇറങ്ങാറുണ്ടെന്നും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ചിലർ വാദിക്കുന്നു. ഇതേ വാദങ്ങൾ ഉന്നയിച്ച് വർഷങ്ങൾക്ക് മുൻപും ഇവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. 1878ലാണ് മൊറാദാബാദ് കോടതിയിൽ ഛദ്ദ സിഖ് എന്ന് പറയുന്നൊരാൾ മസ്ജിദിനെതിരെ ഹർജി നൽകുന്നത്. എന്നാൽ ഹർജി കോടതി തള്ളുകയായിരുന്നുവെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് ഒരുപാട് കാലം സമാധാനപരമായി മുന്നോട്ട് പോയെങ്കിലും സംബാലിൽ 1976ൽ ഒരു സംഘർഷമുണ്ടായി. പള്ളിയിലെ മൗലാന കൊല്ലപ്പെട്ടപ്പോഴുണ്ടായ സംഘർഷത്തിൽ 1 മാസത്തോളം പ്രദേശത്ത് കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു. ചരിത്രം ഇങ്ങനെ പോകുന്നു. എന്നാൽ സംബാൽ മസ്ജിദിനെ രാജ്യം ശ്രദ്ധിക്കുന്നത് സർവേയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത സംഘർഷങ്ങളിലൂടെയായിരുന്നു. ഗ്യാൻവാബി, കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ മസ്ജിദുകൾക്കെതിരെ ഹർജി നൽകിയ അഭിഭാഷകരായ വിഷ്ണു ശങ്കർ ജെയിനും പിതാവ് ഹരിശങ്കർ ജെയിനുമാണ് സംബാൽ മസ്ജിദിലും സർവേ ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്നത്. നവംബർ 19ന് സംബാലിലെ ജില്ലാ കോടതിയിലാണ് ഹർജി സമർപ്പിക്കപ്പെട്ടത്. ഹരിഹർ മന്ദിർ എന്ന ക്ഷേത്രം മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ തകർക്കുകയും അവിടെ മസ്ജിദ് പണിയുകയായിരുന്നു എന്നുമാണ് ഹർജിക്കാരുടെ വാദം. ഗ്യാൻവാബി മസ്ജിദ്, ഈദ്ഗാ മസ്ജിദ്, ദാർലെ കമാൽ മൗല മസ്ജിദ് എന്നീ മസ്ജിദുകൾക്കെതിരെ ഉന്നയിച്ച അതേ അവകാശവാദം തന്നെയാണ് ഹർജിക്കാർ ഇവിടെയും ഉന്നയിച്ചത്. അതേ ദിവസം തന്നെ ഹർജി പരിഗണിച്ച കോടതി കമ്മീഷണറുടെ നേതൃത്വത്തിൽ സർവേ നടത്താൻ നിർദ്ദേശിച്ചു. ഫോട്ടോഗ്രാഫിക്, വീഡിയോഗ്രാഫിക് സർവേക്ക് അനുമതി നൽകിയ കോടതി നവംബർ 29ന് മുൻപ് സർവേ സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. പള്ളിയുടെ ഇൻസാമിയ കമ്മിറ്റിയെ കേൾക്കാതെയായിരുന്നു കോടതി ഉത്തരവ്. ഉത്തരവിന് പിന്നാലെ കോടതി നിയമിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ രമേശ് രാഘവും സംഘവും മസ്ജിദിലെത്തുകയും പോലീസ് സൂപ്രണ്ടിന്റെയും പള്ളി കമ്മിറ്റി അംഗങ്ങളുടെയും ജില്ലാ മജിസ്ട്രേറ്റിന്റെയും നേതൃത്വത്തിൽ വളരെ സമാധാനപരമായി സർവേ നടത്തുകയും ചെയ്തു. എന്നാൽ നവംബർ 24ന് നടന്ന 2ാം സർവേയാണ് സംഘർഷത്തിലേക്ക് സംബാലിനെ നയിച്ചത്. സർവേ സംഘത്തിന്റെ മുന്നിലായി ഹർജിക്കാരിൽ ഒരാളായ പ്രാദേശിക മതപുരോഹിതനും അയാൾക്ക് പിന്നാലെ ഒരു കൂട്ടം ആളുകളും അന്ന് വന്നിരുന്നു. മതപുരോഹിതന്റെ അനുയായികളായി വന്നവർ ജയ് ശ്രീറാം മുഴക്കിയായിരുന്നു പ്രവേശിച്ചത്. സർവേ നടത്തുന്നവർക്കൊപ്പം പോലീസ് സംഘവും ഉണ്ടായിരുന്നു. നിരവധി പേർ പള്ളിക്ക് സമീപം തടിച്ചുകൂടുകയും ആൾക്കൂട്ടത്തിൽ നിന്ന് കല്ലേറുകൾ ആരംഭിക്കുകയും ചെയ്തതോടെ പോലീസ് നടത്തിയ വെടിവയ്പിൽ 2 കൗമാരക്കാർ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ സംഭവം നിഷേധിച്ച് പോലീസ് രംഗത്തെത്തി. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് ലാത്തിചാർജും കണ്ണീർവാതകവും മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂവെന്നാണ് പോലീസിന്റെ വാദം. പോലീസിന്റെ അവകാശവാദങ്ങളെ പാടെ നിഷേധിക്കുകയാണ് MLA സിയോർ റഹ്മാൻ. ജോലിക്ക് പോയ നിരായുധരായ ആളുകളെ ഉൾപ്പെടെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. പോലീസ് തങ്ങളുടെ വീടുകൾ അടിച്ചു തകർത്തതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. സംബാൽ മസ്ജിദ് സംഘർഷത്തിന് പിന്നാലെ ഒരിടവേളയ്ക്ക് ശേഷം രാജ്യത്തെ ആരാധനാലയ നിയമം വീണ്ടും ചർച്ചയാവുകയാണ്. 1947 ഓഗസ്റ്റ് 15ന് എങ്ങനെയാണോ ആരാധനാലയങ്ങൾ ആ രീതിയിൽ തന്നെ തുടരണമെന്ന 1991ലെ നിയമമാണ് ആരാധനാലയ നിയമം. ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങൾ ഇല്ലാതാക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മസ്ജിദുമായുള്ള തർക്കം വീണ്ടും ഉയരുമ്പോൾ ആരാധനാലയ നിയമവും ചർച്ചയാവുകയാണ്. ബാബറിന്റെ കാലത്തെ പള്ളിയോ ഹരിഹർ മന്ദിർ എന്ന വിഷ്ണു ക്ഷേത്രമോ എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചുപോകുന്നത് മതേതര രാഷ്ട്രമെന്ന സത്യം മാത്രമാണ്.